നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇത്തവണത്തെ വയനാട് ട്രിപ്പിലെ 4ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓൾറെഡി 3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഒരു മുളയരി പായസമായിരുന്നു, 2 ട്രാവൽ വീഡിയോസും ആയിരുന്നു. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് കാണുക. ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് വയനാട് മാനന്തവാടിയിലെ പ്രശസ്തമായ പഴശ്ശി കുടീരം അല്ലെങ്കിൽ പഴശ്ശി ടോംബ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിത്. കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം കൂടെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമ്മളിന്ന് കാണുവാണ്. സോ ഇത് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സമയം പാഴാക്കാൻ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് പഴശ്ശി ടോംബ് അഥവാ പഴശ്ശി കുടീരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. മുതിർന്നവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്. ഇവിടെ തിങ്കളാഴ്ച അവധിയാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകരിൽ ഒരാളായിരുന്ന വീരകേരള വർമ്മ പഴശ്ശിരാജ AD 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവിലാം തോട്ടിൽ വെച്ച് രക്തസാക്ഷിയായി. വീരപഴശ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന TH ബാബറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. അപ്പോൾ ആ കുടീരമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയം അഥവാ പുരാവസ്തു മ്യൂസിയം. ഇത് പഴശ്ശി കുടീരത്തിൻ്റെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലേക്കുള്ള സ്റ്റെപ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച
ഇവിടെയും ഒരു കൂട്ടം വീരക്കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചരിത്ര പഠനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വീരക്കല്ലുകൾ ഇന്ത്യയിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുന്നവരുടെ ഓർമ്മയ്ക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ ജൈന അവശിഷ്ടങ്ങളെയും ജൈന ക്ഷേത്രങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആകുമ്പോൾ ഈ മ്യൂസിയത്തിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. പുറത്തേക്ക് എല്ലാ സ്റ്റെപ്പുകളും ആദ്യത്തെ പോലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിനി പുറത്തേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സോ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.